കൃഷ്ണകുമാറിന്റെ മക്കൾ ഓരോരുത്തർക്കും യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ ആ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ വിശേഷങ്ങളും ഒന്നുവിടാതെ ആരാധകർ അറിയുന്നുണ്ട്. ദിയ കൃഷ്ണ എന്ന ഓസിയുടെ 5-ാം മാസത്തെ ചടങ്ങുകളും പൂജയും നടന്ന വിശേഷമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. വളകാപ്പിന് മുന്നേയുള്ള ലളിതമായ ഈ ചടങ്ങിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഓസി ചെയ്തിരുന്നു. ഇപ്പോഴിതാ തന്റെ കാഴ്ചപ്പാടിലെ വിശേഷങ്ങളുമായി ഇഷാനി കൃഷ്ണയും എത്തിയിരിക്കുന്നു. ചടങ്ങിന് വേണ്ടി ഒരുങ്ങിയതും അതിന്റെ സന്തോഷവുമൊക്കെയാണ് ഇഷാനി പങ്കുവെക്കുന്നത്. ഈ ചടങ്ങ് പൂർണ്ണമായും അശ്വിന്റെ വീട്ടുകാർ അറേഞ്ച് ചെയ്തതാണ്. തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരമാണ് ചടങ്ങ് നടന്നത്. ചടങ്ങുകളെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ആദ്യത്തെ ദിവസം പൂജയും 2-ാമത്തെ ദിവസം ചടങ്ങുകളുമായിരുന്നു അത്രേ. 1-ാമത്തെ ദിവസം ഓസിയെ ചടങ്ങിന് വന്ന സ്ത്രീകൾ പൂക്കൾ തലയിലിട്ട് അനുഗ്രഹിക്കും. പക്ഷേ അതിൽ ഓസിയേക്കാൾ പ്രായം കുറഞ്ഞവർക്ക് സ്ഥാനമില്ല. 2-ാമത്തെ ദിവസം സുമംഗലിയായ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ 2 ചടങ്ങുകളിലും തനിക്ക് റോൾ ഉണ്ടായിരുന്നില്ല എന്ന് ഇഷാനി പറയുന്നു. അതേസമയം ആദ്യത്തെ ദിവസം ഓസിയെ അനുഗ്രഹിക്കാൻ മൂത്ത സഹോദരി എന്ന നിലയിൽ അഹാനയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നു. വിവാഹിതയല്ലാത്തതിനാൽ 2-ാം ദിവസം പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇത്രയും പ്രായമായിട്ടും മിന്നുകെട്ടാതെ ഇങ്ങനെ നടക്കുന്നത് മോശമാണെന്ന് ഇഷാനി അഹാനയോട് പറയുന്നുണ്ട്. എന്നാൽ അതിൽ അഹാനയ്ക്ക് വലിയ ഭാവവ്യത്യാസം ഒന്നും തന്നെയില്ല. നിലവിൽ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് അഹാന. 1 എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ ഇഷാനിയും കൂടുതൽ കരിയർ ഫോക്കസ് ചെയ്യുകയാണ്. ഫോട്ടോഷൂട്ടുകളും വ്ളോഗിങ്ങും ഒക്കെയായി ഇഷാനിയും തിരക്കിലാണ്. അർജുൻ എന്നയാളുമായി ഇഷാനി പ്രണയത്തിലാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓസിയുടെ ചടങ്ങുകളിൽ അർജുന്റെ സജീവ സാന്നിധ്യവുമുണ്ടായിരുന്നു. ഇനി അഹാനയ്ക്കും മുന്നേ ഇഷാനിയും വിവാഹിത ആകുമോ എന്നാണ് ആരാധകരുടെയും സംശയം.